നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3 സേവനത്തിൻ്റെ 27ാം വർഷം. കോരയാൽ പുഴ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി. അധികാരികൾ സാക്ഷി, പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പുഴ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് അറുതിയായില്ല. പുതുശ്ശേരി വില്ലേജ് 2 നരസിംഹപുരം അമ്പലമേട്ടിലെ കോരയാൽ പുഴ കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പൂർവ്വസ്ഥിതിയിൽ സംരക്ഷിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് പുതുശ്ശേരി പഞ്ചായത്തിലെ കോരയാൽ പുഴ കയ്യേറി നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതായി പരാതിയെ തുടർന്ന് സ്ഥല പരിശോധന നടത്തിയ അധികൃതർ പുഴ കയ്യേറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ ഭൂമാഫിയകൾ തയ്യാറായിട്ടില്ലത്രേ. നെൽപ്പാടം ഉൾപ്പെടെ ചുളുവിലയ്ക്ക് വാങ്ങി കൂട്ടിയ ഏക്കർ കണക്കിന് ഭൂമിയിലേക്ക് ഗതാഗത സൗകര്യമൊരുക്കാനാണ് പുഴ നികത്തി റോഡ് നിർമ്മിക്കുന്നത്. പുതുശ്ശേരി കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന് കിടക്കുന്ന നരസിംഹപുരത്തെ റിയൽ എസ്റ്റേറ്റ് ഭൂമികൾ മറിച്ച് വിൽപ്പനയിലൂടെ കോടികൾ ഉണ്ടാക്കാമെന്നാണ് ഭൂമാഫിയകളെ പുഴ കയ്യേറ്റത്തിന് പ്രേരിപ്പിക്കുന്നത്. പുഴയിൽ 2.5 മീറ്ററോളം മണ്ണും കല്ലുമിട്ട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. നെൽവയൽ, തണ്ണീർത്തട നിയമം, പഞ്ചായത്ത് രാജ് നിയമം, പൊതുസ്ഥല കയ്യേറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാവുന്ന പുഴ കയ്യേറ്റത്തിനെതിരെ പഞ്ചായത്ത്, വില്ലേജ്, RDO ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ പരാതി നൽകിയിട്ടും നടപടി പഞ്ചായത്തിൻ്റെ സ്റ്റോപ്പ് മെമ്മോയിൽ ഒതുങ്ങിപ്പോയതായി പറയുന്നു. ഉദ്യോഗസ്ഥ രാഷ്ട്രീയക്കാരുടെ ദുരയും പണക്കൊതിയുമാണ് ഭൂമാഫിയകൾക്ക് തണലേകുന്നതെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടറും പരാതിക്കാരനുമായ പള്ളത്തേരി നൊച്ചുപുള്ളി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന് പറഞ്ഞ പഴഞ്ചൊല്ല് പോലെ സർക്കാരിൻ്റെ ഭൂമി കയ്യേറിക്കൊണ്ട് സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ പറയുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി തന്നെ എടുക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം പുഴ കയ്യേറി നാമാവിശേഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംരക്ഷിക്കാനും വേണ്ടി പോരാടുന്ന ഏറ്റവും ശക്തമായൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ പൊതുമുതലായ ഈ പുഴ കയ്യേറ്റം നടത്തി റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ കയ്യേറ്റം നടത്തി പുഴയിലൂടെയുള്ള റോഡ് നിർമ്മാണം നടക്കുകയായിരുന്നു. ഈ റോഡ് നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ കലക്ടറുടെയും RDOയുടെയും ഉന്നത അധികാരികളുടെയും കേന്ദ്രങ്ങളിൽ പരാതി കൊടുക്കുകയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികാരികൾ വന്ന് സ്ഥല പരിശോധന നടത്തി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും ആ വർക്ക് നിർമ്മാണം നിർത്താതെ റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ അവിടെ റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി വൻ പണപ്പിരിവ് അഴിമതിക്കാരനായതുകൊണ്ട് കെട്ടിപ്പൊക്കാനുള്ള സമയം നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. തുടരെയുള്ള ശക്തമായ പ്രവർത്തനവും കളക്ടറെയും വിളിച്ച് പരാതിപ്പെടുകയും അത് പൊളിച്ചുകൂടെയുള്ള ഉത്തരവിലേക്ക് നീങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ആയതുകൊണ്ട് പൊതുമുതൽ സംരക്ഷിക്കാൻ സമയത്ത് തന്നെ സർക്കാരിന്റെ പൊതുമുതലും നിയമവും സംരക്ഷിക്കാൻ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ 44 നദികൾ വന്ന് സംരക്ഷിക്കുകയാണ് ഉണ്ടാകേണ്ടത്. വരും തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം, ശുദ്ധജലവും വായുവും നിർമ്മാണവും ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഈ മറിയുകൾ അവിടെ റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി സർക്കാർ നിയമവും വഴിമുണ്ടാവണമെന്നായതുകൊണ്ട് നിയമം നടപ്പിലാക്കണമെന്ന് മാത്രം നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. തുടരെയുള്ള നമ്മളുടെ ഫോളോപ്പിങ്ങും RDOയും കളക്ടറെയും വിളിച്ച് പരാതിപ്പെടുകയും ഉണ്ടായതുകൊണ്ട് RDO എന്ന് വരെ അന്വേഷണ ഉത്തരവിട്ട് ഇപ്പോൾ അത് പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആയതുകൊണ്ട് പൊതുമുതൽ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ പൊതുമുതലും നിയമവും സംരക്ഷിക്കാൻ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ 44 നദികളും സംരക്ഷിക്കുകയാണ് ഉണ്ടാവേണ്ടത്. വരും തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ വെള്ളവും ശുദ്ധജലവും വായുവും
അന്നവും ഉണ്ടാവണം. അതുണ്ടാകണമെങ്കിൽ ഈ പറയുന്ന പുഴയും ഈ പറയുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും സംരക്ഷിക്കാൻ സർക്കാരും നിയമവും ഉണ്ടാവണം. ആ നിയമം നടപ്പിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.